മൂന്ന് വജ്ഹിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട്? നക്ഷത്ര ഇൽമിനെ കുറിച്ചുള്ള സംഗതി തടയപ്പെട്ടിട്ടുണ്ട്, ന്യായം പറഞ്ഞിട്ടുണ്ട്. ഈ സാലിസുക ആ മൂന്ന് വജ്ഹിൽ നിന്ന് മൂന്നാമത്തേത് എന്താ അറിയോ? അന്നഹുല ഫായിദത്ത ഫീ, അത്തരം ഒരു ഇൽമിൽ യാതൊരു ഫലമല്ല, വെറുതെ പഠിക്കണമെന്നർത്ഥം. ഫഖല്ലു അഹ്വാലിഹി, അതിന്റെ അവസ്ഥകൾ ഏറ്റവും ചുരുങ്ങിയത് പറഞ്ഞാൽ എന്താ അറിയോ? അന്നഹു ഖൗലun ഫീ ഫുളൂൽ ലാ യുഗ്നി, ആവശ്യം ലാ യുഗ്നി, അത് ആവശ്യമില്ല, അത് ആവശ്യമില്ലാത്ത ഒരു വെറുതെ ഫുളൂല്, ഒരു അവശിഷ്ടങ്ങളിൽ പ്രവേശിക്കുക എന്നതിന് പറയാൻ പറ്റുള്ളൂ, അത് ആവശ്യമൊന്നുമില്ലല്ലോ. മാത്രമല്ല വതളിയുൽ ഉമരി അല്ലദീ ഹുവ അൻഫുസു ബിളാഅത്തിൽ ഇൻസാനി ബി ഗൈരി ഫായിദത്തിൽ, മനുഷ്യന് ഏറ്റവും വിലപ്പെട്ട അമൂല്യമായിരിക്കുന്ന സ്വത്താണ്. ആര് വില കൽപ്പിച്ചിട്ടിലും അള്ളാന്റെ കൽപ്പന അങ്ങനെയാണ്. ഏറ്റവും വലിയ നല്ല വില കൽപ്പിക്കാൻ പറ്റുന്ന മുന്തിരത്നം തന്നെയാണ് മനുഷ്യന്റെ ആയുസ്. ആ ആയുസ് നഷ്ടപ്പെടുത്തുന്നു വെറുതെ ഫലല്ലാത്തിൽ എന്നതിനെ പറ്റി പറയാൻ പറ്റുള്ളൂ. വദാലിക ഗായത്തുൽ ഖുസ്റാൻ, അങ്ങനെ നഷ്ടപ്പെടുത്തി കളയലും ആവശ്യമില്ലാത്തതിൽ പ്രവേശിക്കുക എന്ന സംഗതിയൊക്കെ അങ്ങേറ്റം നഷ്ടല്ലേ? ഒരു മനുഷ്യന്റെ ജീവിതം മുഴുവനും മുതലാക്കി എടുക്കാൻ നോക്കല്ലേ വേണ്ടത്? മനുഷ്യന്റെ ജീവിതം നഷ്ടപ്പെടുത്താൻ പറ്റൂല, ലാഭിക്കണ്ടേ? അപ്പൊ ലാഭമില്ലാത്ത പണിയാണ് ഈ നക്ഷത്ര ഇൽമുമായി ബന്ധപ്പെട്ട് അതിട്ട് ഇങ്ങനെ കളിച്ചടക്കൽ. ഫഖദ് മറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ നബി തങ്ങൾ ഇങ്ങനെ നടന്നുപോയി. ഒരു റജുലിന്റെ അടുക്കൽ നടന്നുപോയി. വന്നാസു മുജ്തമിഊന അലൈഹി, എങ്ങനത്തെ ആള്? ജനങ്ങളെല്ലാവരും അയാൾ ചുറ്റുവട്ടം ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഇതാ നബി തങ്ങൾ കാണുന്നത്. ഇങ്ങനെ കണ്ടപ്പോൾ ആ വട്ടമേശ ആ വട്ടം ചുറ്റും സമ്മേളനം കണ്ട കാലമാത. അപ്പൊ നബി ചോദിക്കും, എന്താ ഇതെന്ന് ചോദിച്ചു. ഇവിടെ കുറെ ജനങ്ങൾ കൂടിയിരിക്കുന്നു, എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പൊ കാലു, അപ്പം അവിടെ കൂടെ ജനങ്ങളൊക്കെ പറഞ്ഞു, റജുലുൻ അല്ലാമ, നല്ല അറിവുള്ള ഒരാളുണ്ട് ഇവിടെ, അയാളെ അറിവ് ഞങ്ങൾ ഇങ്ങനെ പങ്കുവെക്കുകയാണ്, കേൾക്കുകയാണെന്ന്. അപ്പൊ കാല വിമാത. അപ്പൊ റസൂലുള്ള ചോദിക്കുകയാണ്, എന്തറിവ്, എന്തൊരറിവ് ഇവിടെ കേൾക്കട്ടെ? റസൂലുള്ളാഹിന്റെ കാലത്താണല്ലോ. കാലു, അവര് പറഞ്ഞു, നിശ്ചയം നല്ല ഗാനം, അതിന് നിയമങ്ങളൊക്കെ ശരിക്കും അറിയാം. ഇപ്പൊ അൻസാബിൽ അറബി, അറബിയുടെ തറവാടിത്തൊക്കെ ശരിക്കും നല്ലോണം അറിയുന്ന മനുഷ്യനാണ്. അപ്പൊ അല്ലാം തന്നെയാണ്, നല്ല ഇൽമുണ്ട്. ഇതാണ് ഇപ്പൊ ഇൽമെന്ന് ജനം പറഞ്ഞു കൊടുത്തത്. അപ്പൊ അതിന് മറുപടി പറയണല്ലോ. അപ്പൊ തന്നെ നബി തങ്ങൾ എന്താ പറഞ്ഞത്? ഇപ്പൊ കാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇൽമുല്ല യൻഫഉ വജഹലുല്ല എന്ന് പറഞ്ഞു. ഇവരല്ല ഉപകാരമില്ലാത്ത ജ്ഞാനം ഇങ്ങനെ കേട്ടതിന് എന്താ കാര്യം? അത് ഉപകാരമില്ലാത്ത ജ്ഞാനാണ്. മാത്രല്ല ഉപദ്രവമൊന്നും ഇല്ലാത്തൊരു വിവരക്കേടുമാണ്, അത്രേ പറയാനുള്ളൂ. വലിയ മമ്പാത്തൊന്നും പതിരില്ലാന്ന് നബി പറഞ്ഞത്. എന്നിട്ട് നബി തങ്ങളോട് വിലയുള്ളത് പറഞ്ഞു കൊടുക്കുക. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇന്നമൽ ഇൽമു, ഇൽമു എന്നൊക്കെ പറഞ്ഞാല് ആയത്തും മുഹക്കമത്തും വിധികളെല്ലാം ഉറപ്പിച്ചു പറഞ്ഞ ദൃഷ്ടാന്തം തന്നെയാണ്. ഔ സുന്നത്തുൻ ഖായിമത്തുൻ, വളവ് തിരിവില്ലാത്ത ലെവലിലേക്ക് നിൽക്കുന്ന സഡിയാണ്. ഔ വരീദത്തുൻ ആജിരത്തുൻ, അല്ലെങ്കിൽ ചൊവ്വായി നിൽക്കുന്നതായ ഫറളാണ്. ഈ മൂന്നാലല്ലേ ഇൽമുള്ളൂ, അല്ലാത്ത എന്ത് ഇൽമ ഇവിടെ ഉള്ളത് എന്ന് റസൂലുള്ളാഹി അതിനെ പറ്റി അങ്ങ് പറഞ്ഞ് അത് നടത്തി കൊടുത്തു. അപ്പൊ റസൂലുള്ളാഹി അംഗീകരിച്ച ഇൽമ ഇങ്ങനെയാണ്. നക്ഷത്രത്തിനെ കുറിച്ചുള്ള അറിവും പാട്ടൊക്കെ തറവാടത്തിനെ കുറിച്ചുള്ള അറിവൊക്കെ ഒരു പ്രധാനപ്പെട്ടതാണെങ്കിൽ നബി അംഗീകരിക്കണ്ടേ? അത് അംഗീകരിക്കല്ല, ഇൽമാറ്റി പറഞ്ഞു ഇതാണ്, അതൊന്നുമല്ല ഇൽമെന്ന്. ആ സമയത്ത് അൽഹൗദു ഫിൻ നുജൂമി, അങ്ങനെ കൂട്ടി വരുമ്പോൾ ജ്യോതിശാസ്ത്രം, അതിൽ പ്രവേശിക്കല്, വമാ യശ്ബഹു, അതിനോട് സാദൃശ്യമായതിൽ പ്രവേശിക്കല്, ഇഖ്തിഹാമുൻ ഖതർ, അത് വലിയൊരു അപകടം എന്ന് പറയാൻ പറ്റുള്ളൂ. വലിയൊരു അപകടത്തിൽ പ്രവേശിച്ചു എന്നതിന് പറയാൻ പറ്റുള്ളൂ. ഒരു ഉപകാരം അതിന് കിട്ടാൻ പോണില്ലല്ലോ. ഒരു ഫലമല്ലാതെ വെറുതെ വിഡ്ഢിത്തരത്തിൽ പോയി പ്രവേശിക്കുക, അതൊന്നല്ല. മനുഷ്യന് ഉഹ്റവിയും ദുന്യമായ ഇൽമത്തരുണ്ട്, അത് പഠിച്ചിട്ടുണ്ടായിക്കൂടെ? ഇനി എങ്ങനെ പഠിച്ചാലില്ലെങ്കിലും ഇവിടെ കണക്കാക്കപ്പെട്ടതെന്തോ കാര്യം സംഭവിക്കുക തന്നെ ചെയ്യും. വൈറു മുംകിനിൻ, അള്ള വിധിച്ചതും കണക്കാക്കിയതും സംഭവിക്കുമ്പോൾ അതിനെ സൂക്ഷിക്കാൻ ഒരാളെ കൊണ്ട് കഴിയില്ല, അത് വൈറു മുംകിനാണ്. അപ്പൊ അതുകൊണ്ട് അതങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പൊ ആ ഇൽമ പഠിച്ചതുകൊണ്ട് ഇന്ന ഉണ്ടാവും എന്നെ തടുക്കാൻ പറ്റുമെന്നും ആരും ചിന്തിക്കണ്ട. ഇത് ഹിലാബി എന്നാ പിന്നെ ഡോക്ടർ ഭാഗം വെച്ചാൽ അത് ചികിത്സാ സംബന്ധമായതിനെതിരെ. കാരണം എന്താ, ഇന്നലെ ഹാജത്തെ മാസത്തെ നിലയിൽ ചികിത്സയിലേക്ക് ആവശ്യം എപ്പോഴും സ്പഷ്ടമാണ്, അത് ഒഴിവാകില്ല. വാകുത്തറു അതില്ലെത്തിഹി, അതിന്റെ അധിക തെളിവുകളും ഇമ്മ യുത്തുലി, അതിന് മേല് വെളിവാക്കപ്പെടാനും തിരിയാനും പറ്റുന്ന സംഗതി അധിക തെളിവ് കാണാൻ പറ്റും. അപ്പൊ ഹിലാബി തായ്ബീരി, അതുപോലെ എന്ത് ചെയ്യാ, പിന്നുള്ളത് സ്വപ്ന വ്യാഖ്യാനം അറിവ്.
അതും ഈ പറഞ്ഞതിലാണ്. വൈകാ തഹ്മീൻ സ്വപ്ന വ്യാഖ്യാനം കൊണ്ട് കിട്ടിയ ഉറപ്പൊന്നുമില്ല, നിഗമനമാണ്. എന്നിരുന്നാലും ആ ഇൽമു പഠിക്കാം. എന്താ കാരണം? പ്രവാചകന്മാർക്ക് ലഭിക്കുന്ന നുബുവത്തിന്റെ കൂട്ടത്തിൽ 46 ജുസ്ഇൽപ്പെട്ട ഒരു ജുസ് ആണ് ഈ സ്വപ്നം. അതിനെ വ്യാഖ്യാനിക്കാൻ പഠിക്കൊരു കുഴപ്പമൊന്നുമില്ല, അതില് ഒരു അപകടമൊന്നുമില്ല. അപ്പൊ ഡോക്ടർ ഭാഗം അത് വേണ്ടതാണ്. താഴ്ബീറും അതിപ്പോ അത്യാവശ്യം ഇല്ലെങ്കിലും അതൊക്കെ ആവശ്യമുണ്ട്. ഇതൊന്നും പഠിക്കുന്നതിന് കുഴപ്പമില്ല. അതുപോലുള്ള ഫലമുള്ളൊരു കാര്യമൊന്നും അല്ല ഈ നുജൂമ്, ഇൽമുൻ നുജൂമ്. അത് വലിയ ഫലമൊന്നുമില്ല, അത് ജ്യോതിശാസ്ത്രമല്ലേ എന്നൊക്കെ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തുകയാണ്. അതൊരു ഇസ്ലാമികമായിട്ട് കൂട്ടാനൊന്നുമില്ല. ഈ കാരണങ്ങൾ എത്രണ്ണം പറഞ്ഞിരുന്നറിയാം? 3 കാരണം പറഞ്ഞത്. 2 കാരണങ്ങൾ പറയുകയും ആ 2 കാരണത്തിൽ 2 ഓരിയാക്കുകയും അതിൽ 3 വജുവും പറഞ്ഞു കഴിഞ്ഞു. അസബുസ്താലിത്തു, ഇനി 3ാമത്തെ കാരണം അൽ ഖൗദു ഫീ ഇൽമിൻ ലാ യസ്തഫീദുൽ ഖായിദു ഫീ ഫായിദത്തെ ഇൽമിൻ. 3ാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ എന്താ അറിയാം? ഒരു വിജ്ഞാനം, ആ വിജ്ഞാനത്തിൽ പ്രവേശിക്കുന്ന ആൾക്ക് ഒരു ഇൽമിന്റെ ഫലം ഒന്നും കിട്ടൂല. അങ്ങനെ കിട്ടാത്തൊരു വിജ്ഞാനത്തിൽ പ്രവേശിക്കുക എന്നുള്ളത് അതാ പാടെ കിട്ടുന്നത്. അങ്ങനത്തെ പ്രവേശനം ബഹുവ മദ്മൂം ഫി അഖ്ലി, അത് ഓന്റെ അഖ്ലിൽ തന്നെ നോക്കിയാൽ മോശമാണ്, അത് നല്ലതല്ല. ഏതുപോലെ ഉദാഹരണം, കതഅല്ലുമു ദഖീഖിൽ ഉലൂമി ഖബ്ല ജലീലിഹ. ഇൽമുകൾ ദഖീഖായ ഇൽമുകളുണ്ട്, ജലീലായ ഇൽമുകളുണ്ട്. നല്ലോണം വെളിവായി മനസ്സിലാക്കേണ്ട വിജ്ഞാനം തേടുന്നതിന് മുമ്പ് ആ വിജ്ഞാനങ്ങൾക്ക് ഉള്ളിൽ വളരെ ചിന്തിച്ച് ചിന്തിച്ച് പൊടിച്ചെടുത്തിട്ട് അതിനെ പഠിച്ചെടുക്കുക. അതിന്റെ ആവശ്യമല്ല, ആ നമ്മുടെ ബാധ്യതയല്ല. വ്യക്തമായ ഇൽമ എന്താണോ അത്യാവശ്യം അത് പഠിക്കല്ല. അതുപോലെ തന്നെ ഖുഫീഹ ഖബ്ല ജലീഹ, അതില് ജലീയായതും വെളിപ്പെട്ട് കിടക്കുന്ന എന്തോ അതറിയുന്നതിന് മുമ്പ് അതിൽ ഒളിഞ്ഞു കിടക്കുന്നത് മനസ്സിലാക്കുക. അതൊന്നും ഇപ്പൊ എന്തല്ല, നല്ലൊരു വിജ്ഞാനമല്ല, അത് ഫായിലില്ലാത്തി കിടക്കലല്ലേ. വകൽ വഹസിൽ അൻ അസ്റാറിൽ ഇലാഹിയ, പടച്ച റബ്ബിന്റെ രഹസ്യങ്ങൾ എന്തൊക്കെയാണ് ചർച്ച. അതിന്റെ ആവശ്യം അള്ളണ്ടെന്ന് നമുക്ക് അറിയാലോ, അതിനൊരു തെളിവ് ഇഷ്ടം പോലെ കണ്ടുകള്. നീ ഇലാഹിന്റെ അസ്റാറിനെ കുറിച്ച് പഠിക്കുന്നത് എന്തിനാ? പഠിക്ക തെറ്റി എന്നല്ല, മോശം എന്ന് പറയാൻ കാരണം അതിനൊന്നും ആവശ്യമല്ല. അതുകൊണ്ട് തന്നെ ഇത് തത്തരിഉൽ ഫലാസിഫത്തു വൽ മുതകല്ലിമൂന ഇലൈക. കാരണം ഈ ഇലാഹിയായ അസ്റാറുകളിലേക്ക് എന്താണ് വെളിപ്പെട്ടതായ ഫിലോസഫികളും കഴിവ് തർക്കശാസ്ത്രജ്ഞന്മാരുമായ ആൾക്കാരാണ് അതിലേക്ക് വെളിപ്പെട്ടു പോയത്. വലം യസ്തഖില്ലു ബിഹ, ഇത്തരം കാര്യങ്ങൾ കൊണ്ട് അവരെ മാത്രമല്ല, വലം യസ്തഖില്ല ബിഹ വബിൽ വഖൂഫി അലാ തുർഖി ബഅദിഹ. എന്നാൽ ഇത്തരം രഹസ്യങ്ങളെ കൊണ്ടൊക്കെ അസ്റാറുകളെ കൊണ്ട് തനിച്ചിട്ടില്ല, അതിൽ ചില വഴികളുടെ മേലിൽ അങ്ങനെ നിൽക്കുക എന്നുള്ളത് കൊണ്ടും ഉണ്ടായിട്ടില്ല. ഇല്ലൽ അംബിയാ വൽ ഔലിയ, അംബിയാക്കൾ ഔലിയാക്കൾ ഓൽക്കല്ല, അല്ലാത്തവർക്ക് എന്താ അറിയാനവിടെ? ഓൽക്ക് അതൊക്കെ അറിയാൻ കഴിയുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഫയജിബു കഫുൻ നാസിയൻ വയസ്സ, ഇലാഹിയായ അസ്റാർ എന്തൊക്കെയുള്ള ചർച്ചയത്തോട് ജനം തടയണം, നിർബന്ധമാണ്. അതല്ല പഠിക്കുന്നത്. എന്നിട്ട് എന്താണ്? വറദ്ദുഹും ഇലാമാ നതഖ ബിഹി ശറഉ, എന്താണോ ശറഅ് കൽപ്പിച്ചത്, എന്താണോ ഒരു മനുഷ്യനെ പറഞ്ഞത് മൊഴിഞ്ഞത്, അതിലേക്ക് മടക്കണം. അല്ലാതെ അസ്റാർ പഠിക്കാനും ദഖീഖ് പഠിക്കാനും ഹഫിയത് പഠിക്കാനും ഒരു കാര്യമില്ല. വഫീ ദാലിക, ഈ പറഞ്ഞ വിഷയത്തില് മുഖ്നിഉൽ മുവഫഖി, നല്ല വഴിയിലേക്ക് അള്ളാന്റെ ഭാഗത്തുനിന്ന് ഖൈറിലേക്ക് തൗഫീഖ് കിട്ടിയവർ ആരുണ്ടോ അവർക്ക് ഇഷ്ടം പോലെ മതിയാകുന്ന ഇത്തരം വിഷയത്തിലുണ്ട്. മനസ്സിലാക്കിയാൽ മതി, അറിയാലോ. എത്ര വ്യക്തികളാണ് കുറെ വിജ്ഞാനം പഠിക്കാൻ വേണ്ടി അതിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞത്. പക്ഷേ അതുകൊണ്ട് അവർ തൂറി വലഞ്ഞു, ആകെ അടങ്ങാണ്ട് അവരും കഴിഞ്ഞായി. അങ്ങനത്തെ ആൾക്കാർ എത്ര ഉണ്ട്? വലൗലം യഖ്ലബീഹ, അത്തരം വിജ്ഞാനങ്ങൾ അവർ പ്രവേശിച്ചിട്ടില്ല, ആ വ്യക്തി പ്രവേശിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ലകാന ഹാലു അഹ്സന ബിദ്ദീനി മിമ്മാ സ്വാറ ഇലൈഹി, ഇപ്പോൾ എന്തൊരവസ്ഥയായോ അതിനേക്കാളും ദീനിന്റെ കാര്യത്തിൽ അവന്റെ അവസ്ഥ നല്ല മെച്ചമായതാകുമായിരുന്നു. ലകാന ഹാലുഹു അഹ്സന ബിദ്ദീൻ, ഇല്ലേ? ഇതോ ചെയ്തില്ലല്ലോ. വേണ്ടാത്ത ഇൽമ കുറെ പഠിച്ചു കൂട്ടിയാൽ, കുറെ തർക്കിക്കാനും കുറെ ഞങ്ങളെ ഭിന്നിപ്പിക്കാനും കുറെ ഇൽമ പഠിച്ചത് എന്താ കാര്യമുള്ളത്? ദീൻ ഉപകാരമല്ല. വലാ യുൻകിറു ഖൗലുൽ ഇൽമി ളാറൻ ലിബഅദിൻ നാസി, വലാ യുൻകിറു
ചില ആളുകൾക്ക് ഈ ഇൽമ് ബുദ്ധിമുട്ടാക്കുക എന്ന കാര്യത്തിൽ നിന്നും അവൻ നിഷേധിക്കൂല. ഏതുപോലെ കമായറുറു ലഹമുത്തൊരി തൊയർ, പക്ഷിമാംസം ബുദ്ധിമുട്ടാക്കും പോലെ, മധുരങ്ങളെ പല ഇനങ്ങളും, അൽ ലത്തീഫത്ത ലത്തീഫായിരിക്കുന്ന ലഘുവായി കിടക്കുന്ന കുറെ മധുരങ്ങൾ, പക്ഷിയുടെ മാംസം, ഇതൊക്കെ പ്രയാസപ്പെടുത്തൂലേ? ഫിസ്സബീർ റളി, മുല കുടിച്ച് പാൽ മാത്രം കഴിക്കുന്ന കുട്ടിയാണ്, അത്തരം കുട്ടിക്ക് അത് കൊടുത്താൽ എന്തായിരിക്കും? ആ കുട്ടിക്ക് പ്രയാസം ഉണ്ടാവൂലേ എന്നതുപോലെയല്ലേ ചില ആളുകൾക്ക് ഇത് ബുദ്ധിമുട്ടാവുക എന്നുള്ളതൊന്നും എന്താവുന്നില്ല, ഇൻകാർ ചെയ്യുന്നില്ല. ചില ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടതാണ്, ചില ആളുകൾക്ക് ഇത് ബുദ്ധിമുട്ടാണ് എന്ന കാര്യത്തോട് ഇൻകാർ ചെയ്യണില്ല. അവ ഉണ്ട്, ബുദ്ധിമുട്ടാകുന്ന സംഗതി ഉണ്ട്, അപ്പൊ അത് ഒഴിവാക്കേണ്ടതല്ലേ? അതിന് ഉദാഹരണം ഉപരിവിടെ പറഞ്ഞത്, ബൽ എങ്കിലും റബ്ബ ഷഖ്സിൻ യംറഹുൽ ജഹ്ലു ബിബഅദിൽ ഉമൂർ, ചില കാര്യങ്ങളെ കൊണ്ടൊക്കെ അവന്റെ വിവരക്കേട് എത്രയോ വ്യക്തികൾക്ക് ഉപകാരമുണ്ട്, അറിയാവുന്നുണ്ട്. നമുക്ക് ഫലക്കത് നോക്കിയ വിഷയമായിട്ട് മിക്കാറ്റ് ചെയ്യപ്പെട്ടിട്ടൊരു കഥ. അന്ന ബാദന്നാസി, ഒരു ചങ്ങാതി, ബാദന്നാസൻ ഒരാളല്ലേ, ഷക്ക ഇലാ ത്വബീബിൻ, ഒരു ഡോക്ടറുടെ അടുത്തേക്കും തന്റെ ഭാര്യയെ കൂട്ടിച്ചെന്ന് അന്യായം പറഞ്ഞ എന്താണ്? അക്കമ്മം പ്രാത്തി, ഓന്റെ ഭാര്യ മച്ചിയാണ്, തീരെ പ്രസവിക്കൂല എന്നുള്ള അന്യായമാണ് പറഞ്ഞത്. അപ്പൊ അന്നഹ, അങ്ങനെ ഓള് ലാ തലിത് പ്രസവിക്കുന്നില്ല, എന്താ കാണിക്കാന്ന് ചോദിച്ചു. അങ്ങനെ തബീബു നബ്ലഹ, അപ്പൊ അവിടെ നാടി പിടിച്ചു. ആ നാടിയുടെ ആ നാടിയുടെ മുടിപ്പൊക്കെ പരിശോധിച്ചിട്ട് ഡോക്ടർ തൊട്ടു നോക്കിയിട്ട് പറഞ്ഞു. അപ്പൊ അതിന് മൂപ്പര് പറയാണ്, ലാ ഹാജത്ത ലക ഇലാ ദവാഇൽ വിലാദത്തി, ഇവളെ പ്രസവിക്കുക എന്ന കാര്യത്തിലേക്ക് ലക്കിന്ന്, ലാ ഹാജത്ത് ലക്കി, നിനക്ക് ആവശ്യമല്ല, ഇലാ ദവാഇൽ വിലാദത്തി, പ്രസവിക്കുക എന്നൊരു ചികിത്സ നടത്തേണ്ട, അതിന്റെ മരുന്നൊന്നും ഇവിടെ ആവശ്യമല്ല. കാരണം ഫൈനക്ക് നിശ്ചയമാണ് പെണ്ണെ, നീ സതമൂത്തീന, നീ മരിക്കും, ഇലാ അർബൈന യൗമൻ, 40 ദിവസം വരെ ജീവിച്ചതിന് മരിക്കുന്നു. ഇതാണ് ഇപ്പോ ഡോക്ടർ അവിടെ ചികിത്സക്ക് പറഞ്ഞു കൊടുത്തു. ഫഖദ് ദല്ലൻ നബ്ലു അലൈഹി, നിന്റെ നാടി പിടിച്ചു നോക്കുമ്പോ അതിന്റെ മേലെ അത് അറിയിക്കുന്നുമുണ്ടല്ലോ. അങ്ങനെ ഇരിക്കെ വസ്തശഅറത്തിൽ മർഅത്തു വൽ ഖൗഫൽ അളീമ, വലിയൊരു പേടി പെണ്ണിനെ അറിയാൻ തുടങ്ങി. പെണ്ണ് അറിഞ്ഞു. തനഖസ അലൈഹ ഐസുക, അവൾക്കുള്ള ജീവിതം ആകെ മുട്ടിപ്പോയി. ഒക്കെ തിന്നാനും ഇവിടെ കുടിച്ചാനും വേണ്ട. അങ്ങനെ ആഖറജത്ത് അംവാലക, സ്വത്തുക്കൾ പുറത്തെടുത്തു. എന്നിട്ട് അവ പറക്കത്തുക, അത് അവളൊക്കെ എന്താക്കി അവിടെ ഓരി ചെയ്തു. അപ്പൊ ഔസത്ത് അവൾ വസീയത്തും നടപ്പാക്കി. അപ്പൊ ബക്കിയത്തില്ല തോക്കുലു വല്ല തെസർമു, തിന്നുമുള്ള കുടിക്കുള്ള അങ്ങനെ നിൽക്കാറുണ്ട്. അത്തങ്കളത്തിൽ മുദ്ദ, സമയം 40 ദിവസമാണ്. ആ 40 ദിവസം കാത്തിരുന്നു. ഫലം തമുത്ത് 40 ദിവസം കഴിഞ്ഞിട്ട് മുപ്പത്തേം മരിച്ചിട്ടില്ല. ബീബി, അപ്പൊ അതിന് രഹസ്യമൊന്നും ഡോക്ടർ പറഞ്ഞു കൊടുത്തിട്ടില്ല. ചില രഹസ്യം പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ലല്ലോ, അതപ്പോ നോക്കുക. അങ്ങനെ എന്തിനു പറയുന്നു? ഓളെ ഭർത്താവ് ഡോക്ടറെ അടുത്ത് വന്നു. കാലോ എല്ലാം തമുത്ത്, ഡോക്ടർ 40 ദിവസം കഴിഞ്ഞില്ലേ, ഓള് മരിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. കാലത്തോ ബീബു, അപ്പൊ ഡോക്ടർ പറയുകയാണ്, അത് അനിത്തതാനിക്ക, ഇപ്പൊ മരിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ ജാമിഅ അൽ ആന, ഇപ്പൊ പൊടിച്ച് ബന്ധപ്പെട്ടോ. തെലിതു, ഊളപ്പൊ പ്രസവിക്കും ജീവിതാറാണ്ടായിരുന്നു, അതിന് മരുന്ന് കാണുന്നു. അപ്പൊ കാല കൈവതാക്കാം, അതെങ്ങനെ എന്ന് ചോദിച്ചു. അപ്പൊ ഡോക്ടർ പറഞ്ഞു, റായിത്തക സമീനത്തൻ, നീ ഓളെ നല്ല തടിച്ചു കൊഴുത്ത പൊണ്ണായിട്ടല്ലേ കണ്ടിരുന്നത്. ഗർഭപാത്രത്തിന്റെ വാതിലൊക്കെ നെയ്പാട് കൂടി കൊഴുപ്പ് കൂടി അടഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പൊ അവർക്ക് മനസ്സിലായോ എന്ത്? അവള് മെലിയൂല, മരണത്തെ കുറിച്ച് പേടിപ്പിച്ചിട്ടല്ലാതെ. അവ മരണത്തെ കുറിച്ച് പേടിച്ചു, അത് പേടിപ്പിച്ചപ്പോ മെലിഞ്ഞില്ലേ. അങ്ങനെ വിധാനിക്കാം, മരണം കൊണ്ട് ഞാൻ അവളെ ഭയപ്പെടുത്തി. ഹത്താദനത്ത്, അവള് മെലിയുന്നത് വരെ. പ്രസവത്തിനുള്ള തടസ്സം എന്തൊക്കെയുണ്ടോ അത് നീങ്ങുന്നത് വരെ പേടിപ്പിച്ച് നിർത്തിയാണ്. അപ്പൊ ഈ സംഭവം നിന്നെ ഉണർത്തിത്തരുന്നു. അലാ ഇസ്തിശ്ഗാരി ഖാതിരി ബഅദിൽ ഉലൂം, വിജ്ഞാനങ്ങൾ ചിലതൊക്കെ ഒരു അപകടം പിടിച്ചതാണ് എന്ന അറിവിന്റെ മേൽ ഇത് ഉണർത്തുന്നുണ്ട്. ഇത്തരം ചെല്ലിൽ അപകടം പിടിച്ച എൽമല്ലേ ഇപ്പൊ ചെയ്തത്, അത് പഠിച്ചുണ്ടാക്കിയത് പോലെ ആയിരിക്കും ഇങ്ങനെ ഉണ്ടാവുക. അപ്പൊ ചിന്തിക്കേണ്ടതുണ്ട്. ഓ യുഫ്ഹിമുക, നിനക്കത് മനസ്സിലാക്കി തരുന്നുണ്ട്. മഅന ഖൗലിഹി തആല, പടച്ച റബ്ബിന്റെ വാക്ക്, നബിന്റെ ഖൗലി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിന്റെ വാക്ക്.
നഊദു ബില്ലാഹി മിൻ ഇൽമിൻ ലാ യൻഫഉന്നില്ലെന്ന് മനസ്സിലാക്കി തരുന്നില്ലേ? അള്ളാഹ് നബി പ്രാർത്ഥിച്ചത് എന്താ? ഉപകാരമില്ലാത്ത ഇൽമിനെ തൊട്ട് നമ്മൾ അള്ളാഹ് കാവ് ചോദിക്കുന്നു. അത് കാര്യം മനസ്സിലാക്കി വെക്കുക. എത്രമാത്രം വിഷമമുണ്ട് ഇപ്പത് ഉപകാരമില്ലാത്ത ഇൽമുമായി ബന്ധപ്പെടല്. പഴത്തബർബി ആദിയിൽ ഇക്കായത്തി ഇവിടെ ഉദ്ധരിച്ച കഥയുണ്ടല്ലോ, അതുകൊണ്ടൊന്ന് പാഠം ഉൾക്കൊള്ളടോ. വലന്തക്കുൻ ബഹാസൻ അൻ ഉലൂമി ദമ്മിക അൻ ഉലൂമി ദമ്മഹ ശറഉ വദറ അൻഹ. ശറഅ് മോശമായി കണ്ട വിജ്ഞാനം, ശറഅ് തടഞ്ഞ വിജ്ഞാനം, ഇത്തരം കാര്യങ്ങളെ കുറിച്ച് നീ ചർച്ച നടത്താൻ നിൽക്കണ്ട, അത് ഒഴിവാക്കിക്കളാം. വലാസിമിൽ ഇഖ്തിദാഅ ബിസ്വഹാബത്തി റളിയല്ലാഹു അൻഹും. സ്വഹാബാക്കൾ എങ്ങനെയാണോ ജീവിച്ചത് അവരോട് പിന്തുടർന്നു വയ്ക്കോ. വഖ്തസിർ അലത്തിബായി സുന്നത്ത്, റസൂലുള്ളാഹിയുടെ സുന്നത്ത് നീ മുറുക്കി പിടിച്ചോ. അപ്പൊ സലാമത്തു ബിൽ ഇത്തിബായി, ഇവിടൊക്കെ നമ്മൾ സ്വന്തം അഭിപ്രായം വ്യാഖ്യാനിച്ചത് കാര്യമല്ല, നബിയുള്ള ചര്യ പിൻപറ്റണം. ആ പിൻപറ്റുന്ന കാര്യത്തിൽ നമുക്ക് രക്ഷയുള്ളൂ. വൽ ഖത്റു ഫിൽ ബഅസി അൽ അശ്യാഇ വൽ ഇസ്തിഖ്ലാലി, ചില കാര്യങ്ങളെ കുറിച്ചുള്ള ചർച്ചകളിലും അതുമായി തനിച്ച് മാത്രം നിൽക്കുന്ന കാര്യത്തിലുമാണ് അപകടമുള്ളത്. വലാ തുക്സിറുൽ ലുജജ ബിറഅയിക വഅഖൂലിക, നീ എന്ത് മനസ്സിലാക്കിയോ അതനുസരിച്ച്, നിന്റെ അഭിപ്രായം എന്താണോ അതനുസരിച്ചുകൊണ്ട് തർക്കത്തെ നീ അധികരിപ്പിക്കാൻ നിൽക്കണ്ട, അത് നിനക്ക് അപകടം ചെയ്യും. അപ്പൊ ദലീലിക്ക ബുർഹാനിക്ക, നിന്റെ ലക്ഷ്യങ്ങൾ, നിന്റെ തെളിവുകൾ, അതുകൊണ്ട് തർക്കിക്കാൻ നിൽക്കണ്ട. അപ്പൊ ദാഴ്മിക്ക, നിന്റെ വാദം എന്ത്? അന്നി നിശ്ചയമായിട്ടും ഞാൻ അബ്ഹാസ് അൽ അശ്യാഇ, എല്ലാ വസ്തുക്കളെ കുറിച്ച് ഞാൻ ചർച്ച ചെയ്യും. എന്തിന്? ലി ആയിരഫഹ, അതിനെ കുറിച്ച് ഞാൻ അറിയാൻ വേണ്ടി. അലാമാഹി അലി, ആ വസ്തു ഏതൊന്നിന്റെ മേലിലാണോ നിലനിർത്തിയാവുന്നത്, ഏതൊന്നിന്റെ മേലിലാണോ ഉണ്ടായത്, അതിനെ കുറിച്ചൊക്കെ ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി ചർച്ച ചെയ്യുന്നു. നിന്റെ വാദമുണ്ട്, അത്തരം വാദങ്ങൾ കൊണ്ടൊന്നും തർക്കിക്കാൻ നിൽക്കണ്ട. അപ്പൊ അയ്യു തറബി തവക്കുറിബിൽ എൽമി, അപ്പൊ ഇൽമിന്റെ കാര്യത്തിൽ ആലോചിക്കുന്ന വിഷയത്തിൽ എന്ത് പ്രയാസമാണ്? വേണ്ട. അക്ഫറും, അത്തരം വിജ്ഞാനികളിൽ നിന്ന് നിന്റെ മേലിലേക്ക് മടങ്ങി വരുന്ന ആ ഇൽമ് അധികമായിരിക്കും. നീ വെളിപ്പെട്ട് മനസ്സിലാക്കിയെടുക്കുന്ന കാര്യം എത്രയുണ്ട്. അത്തരം കാര്യങ്ങളുടെ മേലും അത്തരം വിജ്ഞാനത്തിന് വേണ്ടി തേടലും നീ വെളിപ്പെടലൊക്കെ നിന്നെ പ്രയാസപ്പെടുത്തും. വളരെ വലിയ പ്രയാസം. ഏക്കാതു എത്രത്തോന്ന് വെച്ചാൽ ഏക്കാതു യഗിരികുബിലാഹ്റത്തി, അവസാനം ചെല്ലുമ്പോ ആഹ്റലോകത്ത് അവർ നശിച്ചു പോകും. അത്രമാത്രം ഇടയ്ക്കയാകുന്ന വിജ്ഞാനം അതിനൊന്നും ഇടപെടാതിരിക്കല നല്ലത്. ഇല്ലം യതദ്ദാറകില്ലാദി റഹ്മത്തിഹി, അല്ലാഹു തആല അവനെ കാരണം കരുണ കൊണ്ട് അവനെ വീണ്ടെടുത്തിട്ടില്ലെങ്കിൽ വൻ അപകടത്തിലായിരിക്കും അവൻ എന്നാണ്. വഅലം, നീ അറിയണം, അന്നഹു നിശ്ചയമാടും കാലം കമാ യത്തലഉ തബീബുൽ ഹാദിഖു അലാ അസ്റാരി ബിൽ മുആലജാതി, ചികിത്സയുടെ കാര്യത്തിന്റെ രഹസ്യങ്ങളുടെ മേൽ നിപുണനായ ബുദ്ധിമാനായ ഡോക്ടർ മനസ്സിലാക്കുന്നത് പോലെ ഇങ്ങനെ ഡോക്ടർക്ക് അതിന്റെ എല്ലാ രഹസ്യവും അറിയാം. അങ്ങനെയുള്ള ഡോക്ടർ പരിശോധിച്ചു. അങ്ങനത്തെ കാര്യമാണെന്ന് ചോദിച്ചാൽ അറിവില്ലാത്ത ആളുകളെ അങ്ങനൊന്നുമില്ല, അതൊക്കെ വെറുതെ പറയാന്ന് പറഞ്ഞ് തള്ളും. അങ്ങനെയുള്ള കാര്യത്തിൽ ഡോക്ടർ പരിശോധിക്കുന്നത് പോലെ മനസ്സിലാക്കുന്നത് പോലെ അംബിയ, ഇതേ രൂപത്തിലാണ് അമ്പിയാക്കൾ. ഏതമ്പിയാക്കൾ? അതിബാൽ ഖുലൂബി, ഹൃദയത്തിന്റെ ഡോക്ടർമാരായ അമ്പിയാക്കൾ. ഒരു ഹൃദയത്തെ ശുദ്ധീകരിക്കലാണ് ആത്മശുദ്ധീകരണം. അതുപോലെ തന്നെ ഉഖറവിയായിരിക്കുന്ന ജീവിതത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയുന്ന പണ്ഡിതന്മാർ, ഹൃദയത്തെ ശുദ്ധീകരിക്കുന്ന അമ്പിയാക്കൾ അങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കുക. ഫലാ തതഹക്കം അലാ സുന്നത്തിയും, അവിടെ സുന്നത്തിന്റെ മേൽ ഫലാ തതഹക്കം അലാ സുന്നത്തിയും, അവിടെ ചര്യകളുണ്ട്, അവിടെ പാതകളുണ്ട്, അതിന്റെ മേൽ നീ വിധിക്കണ്ട. കൂലിക്കപ്പൊത്തയിരിക്കും, നീ എന്താണോ മനസ്സിലാക്കിയതിൽ അതുകൊണ്ട് വിധിക്കാൻ നിൽക്കണ്ട. അങ്ങനെ വരുമ്പോ പൊത്തായിരിക്കും നശിച്ചു പോകും. ഒരാൾ തന്റെ വിരലിലുള്ള ആ മുറിയിൽ, അപ്പൊ എന്താണ് ഫക്കമ്മിൻ ശഖ്സിൻ, എത്ര വ്യക്തികളാണ് യുസീബുഹു, ആ വ്യക്തികൾക്ക് കിട്ടുന്നുണ്ടല്ലോ ആയുധം രോഗങ്ങള്, ഈ അസ്ബഹി അവന്റെ വിരലില്. അങ്ങനെ യഖ്തലി അഖലുഹു, അങ്ങനെ വരുമ്പോൾ അവന്റെ ബുദ്ധി തോടുന്നു. അയ്യുത്ലിയഹു അത്താ യുനബിഹു തബീബ്, അയ്യുത്ലിയഹു അതെന്താണെന്നറിയാമോ, അവന് റെഡിയാക്കാൻ തോടും. അങ്ങനെ അത്താ യുനബിഹു തബീബുൽ ഹാദിഖു, അങ്ങനെ വരുമ്പോൾ അത്താ യുനബിഹു തബീബുൽ ഹാദിഖു, നിപുണനായ ബുദ്ധിമാനായ ഡോക്ടർ അവനെ ഉണർത്തും. അന്ന ഇലാജഹു, നിശ്ചയമായിട്ടും ഇതിനുള്ള ചികിത്സ, അയ്യുത്ലിയൽ കഫ് ജാനിബിൽ ആഖർ ബിൽ മദനി,
ശരീരത്തിൽ നിന്ന് മറ്റൊരു ഭാഗത്ത് നിന്നിട്ട് എന്ത് ചെയ്യാ, ഈ കഫിനൊന്ന് റെഡിയാക്കേണ്ട, മുൻകൈ റെഡിയാക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞു. വായത്തലിസ്വാജ്, ഇയാളാണെങ്കിൽ എന്തായി, ഈ പറഞ്ഞതിന് അറ്റം അങ്ങേ അകലത്ത് വിദൂരത്തായി. മിനൈസിലായി ആയാലും കൈഫിയത്ത് സ്റ്റീബാവിൽ അൽസാദ്, തൊലിപ്പാടകളെല്ലാം ഒരുമിച്ച് കൂടി ഉൾപ്പെടുത്ത രൂപം എങ്ങനെയാണെന്ന് അറിയില്ല. വാറ്റിക അതിന്റെ മെമ്പത്തും അറിയുന്നില്ല. ബദൽ, ശരീരമായിട്ട് യോജിക്കുക. ആ യോജിക്കാനുള്ളതായിരിക്കുന്ന വഴി അതൊക്കെ എന്തൊക്കെയുണ്ടോ എന്നൊന്നും മനസ്സിലാക്കുന്നില്ല. അങ്ങനെ മനസ്സിലാക്കാത്ത വിധത്വം അങ്ങേയറ്റത്ത് അകലെയാണ് പറയും. അപ്പൊ അഹ്കദല്ല അമ്രോഫി തൊരിക്കൽ ആഖിറത്ത്, ഇതേപോലെയല്ലേ ആഖിറത്തിന്റെ കാര്യത്തിൽ ചിന്തിച്ചാൽ കിട്ടാൻ പോണത്. അതേ പ്രകാരം ഏതിലും സമയകൽപ്പിച്ച സദ്യകളുടെ പൊടിഞ്ഞു കിടക്കുന്നവർക്ക് ചെയ്യാത്ത നിഗൂഢമായതിലും മര്യാദകളിലൊക്കെ ഉള്ളതുപോലെ അവന്റെ ചില വിശ്വാസം, എങ്ങനത്തെ വിശ്വാസം, അത്തരം വിശ്വാസകാര്യങ്ങളെ കൊണ്ടെന്തെന്നറിയാമോ, ജനങ്ങളൊക്കെ ആരാധിക്കും, വിശ്വസിക്കും. അങ്ങനെയുള്ള ചില വിശ്വാസങ്ങളിൽ അസ്റാർ, ചില രഹസ്യങ്ങളുണ്ട്. വലത്തായിപ്പോ കുറെ നിഗൂഢമായി കിടക്കുന്ന കാര്യങ്ങളുമുണ്ട്. ലേശത്തിന്റെ സായത്തിലാക്കരി, അതൊന്നും ബുദ്ധിയുടെ കാര്യത്തിൽ പെട്ടതല്ല, കൂവത്തി ശക്തിയിലും പെട്ടതല്ല. അല്ലാതെ അത്തരം രഹസ്യങ്ങളെ കൊണ്ട് സൂക്ഷിച്ചു നിൽക്കാൻ അതിന് കഴിയൂല. ഏതുപോലെ അഹബാറുകൾ, പ്രത്യേകത ഹവാസുൽ അഹബാറുണ്ടല്ലോ, അവര് പറഞ്ഞതുപോലെ എന്ത് ഒഴുമോണം ചില കാര്യങ്ങൾ, അജീവൻ പുതുമയാർന്ന കാര്യങ്ങൾ. വാബാൻ നഗരി സുന്നാത്തി, അവനെ തൊട്ട് മറഞ്ഞിരിക്കുന്നു, ഇൽമുകാവനിരുന്ന്. താലം യഖുദർ അഹദുൻ അലാ മൻ യഅരിഫു അസ്സബല്ലദീ ബിഹി. ഏതുപോലെ ചോദിച്ചാൽ ചുറ്റി അറിയാൻ വേണ്ടതുപോലെ അറിയാൻ കഴിയപ്പെട്ടതല്ലായിരുന്നു. കമാ നബി ഹവാസിന്റെ അജാൽ, ചില കല്ലുകൾ, അതിന് ചില അജായിബ, ഒരുപാട് പ്രത്യേകമായ അത്ഭുതമായ കാര്യങ്ങളുണ്ട്. വാബ നഗരി സുന്നത്തി ഇൽമുഹ, അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അതിന്റെ അറിവെന്തായിട്ടുണ്ട്, പറഞ്ഞു കിടക്കവർക്ക് അതിനെ പറ്റി അറിയില്ല. അതേപോലെ ഹത്താലം യഖ്ദിർ അഹദൻ അലാ യഅരിഫ സബബല്ലദീ ബിഹി യജിദുൽ മനാതീസുൽ അദീദ്, ഇരുമ്പിന്റെ കാന്തം, ആ ഇരുമ്പിന്റെ കാന്തം ഉണ്ടല്ലോ, ആ കാന്തം വലിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന ഒരു രഹസ്യം കല്ല് കിടക്കുന്നുണ്ട്. അതെന്താണെന്ന് ഒരാൾക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല. അത്രത്തോളം അറിയാത്ത പല കാര്യങ്ങളും കൽപ്പണിക്കാർക്ക് തന്നെയുണ്ട് അത്ഭുതമായി മാറി നിൽക്കുന്നത്. അങ്ങനെ വരാം. അത് സംഗതിയില്ല എന്ന് പറയാൻ പറ്റോ? ഉണ്ട്. എന്ന അത്ഭുതവും പുതുമയും ചില വിശ്വാസങ്ങളിലാണ്. എന്നാൽ ഹൃദയത്തെ തെളിച്ചെടുക്കുക, ശുദ്ധീകരിക്കുക, സംസ്കരിച്ചെടുക്കുക, എല്ലാ അഴുക്കളത്തോട് ശുദ്ധി വരുത്തുക എന്ന കാര്യങ്ങളെ ഫലം വരുത്തുന്നതിൽ ഇസ്ലാഹി തറത്തില ജിവാലിലായിത്താല, അള്ളാന്റെ ജിവാറിലേക്ക് കയറുവാൻ പറ്റുക, അള്ളാഹുത്താലാന്റെ അവതാരികൾ ഒഴുകുക, അങ്ങനെ വെളിപ്പെട്ട് വരിക എന്നിത്യാദി കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോ അത്ഭുതം കൂറുകയാണ്. അക്കുറത് അധികമുണ്ട്, വാദമും വലിയതുമാണ്. മീമാവിൽ അദ്വൈതത്തിലും അഖാഖീറിലും ഉള്ളത് പോലെ. അഖാഖീർ എന്ന് പറയുമ്പോ പച്ചമരുന്ന് എന്നാണ്. ഈ പച്ചമരുന്നിലും അതുപോലെ തന്നെ ചികിത്സകളിലൊക്കെ എന്താണ് ഉള്ളതിനേക്കാൾ ശക്തമായിട്ട് വണ്ണമായതും മറ്റുള്ളൊക്കെ ഈ പറഞ്ഞ കൽപ്പണിയിലും മറ്റിലൊക്കെ ഉണ്ടല്ലോ. കമാ അന്നൽ ഒക്കൂല, ഏതുപോലെ അക്കലുകളൊക്കെ ദഖുസുറു അൻ ഇദ്റാഖി മനാഫിഇൽ അദ്വിയത്തി, ചികിത്സക്കുള്ള ഉപകാരം എന്തൊക്കെയാണോ അത്ര ഉപകാരം മനസ്സിലാക്കുക എന്നതിനെ തൊട്ട് ബുദ്ധിയൊക്കെ കുറഞ്ഞിരിക്കുന്നു. മഅന്ന തജ്രിബത്ത, ഈ പരിശോധന സബീലിലേഹ, അത് അതിലേക്കൊരു മാർഗമാണ്. والعقول تقصر عن إدراك ما ينفع حياة الآخرة مع أن التخيرة
അപ്പൊ എന്താണ് ദുന്യവിയായിരിക്കുന്ന ഉഹ്രവിയായ ജീവിതത്തിന് ഉപകാരപ്പെടുന്ന കാര്യം എന്താണോ അത്തരം കാര്യം മനസ്സിലാക്കലിനെ തൊട്ട് ബുദ്ധി അത് ചുരുങ്ങി നിൽക്കുന്നു മനസ്സിലാണില്ല. എന്തോടുകൂടെ തജരിബത്ത വേറെ മുത്തത്തിനിലേക നമ്മൾ ഈ പരിശോധനകളൊന്നും എന്താവുന്നില്ല ആ പറയുന്ന ഉഹ്രവിയ ഇൽമിലേക്കൊന്നും ചെന്ന് വിട്ടുന്നില്ല. അങ്ങനെ അതോടുകൂടെയാണ് ഈ പറയുന്നത് ബുദ്ധിയൊക്കെ കുറഞ്ഞു നിൽക്കുന്നു. പൈനമാ കാലത്ത് തജരിബത്തു ഈ പരിശോധിക്കല് അതിലേക്ക് ചൂണ്ടും ചില ആൾക്കാരുടെ മരണം നമ്മളിലേക്ക് മടങ്ങി വരുമ്പോൾ ആ സമയത്ത് തജരിബത്ത് നല്ല നോട്ടമായിരുന്നു.